ഇപ്പൊ നമ്മളുള്ളത് ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഞങ്ങളിപ്പോ സബ്വേയിൽ ട്രെയിനിന് ഇങ്ങോട്ട് വന്നതാണ്. ഇത് സബ്വേയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അതിന്റെ അടിയിൽ ട്രെയിൻ ഉണ്ട്. ഇനി ബ്രൂക്ലിൻ ബ്രിഡ്ജിലോട്ട് പോകണം. ഇവിടെ എന്ന് പറഞ്ഞാല് ഒത്തിരി ഇച്ചിരി ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി ആളുകളുണ്ട്. അവിടെ ഒരു പാർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബ്രൂക്ലിൻ ബ്രിഡ്ജാണ് മെയിൻ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. പോയി നോക്കാം. ഇതാണ് സിറ്റി ഹാൾ പാർക്ക് കേട്ടോ. പാർക്കിൽ അങ്ങനെ കാണാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പാർക്കിന്റെ ഫ്രണ്ടിൽ ഒരുപാട് വലിയൊരു ആൾക്കൂട്ടം ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജ് നടന്ന് വന്ന് നിൽക്കുന്നവരായിരിക്കും കേട്ടോ. ഇവിടെ തൊട്ടടുത്താണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. നമുക്ക് സ്ട്രെയിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ആദ്യം ഈ സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണം. അവിടെ നിന്നാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിലോട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡ് സിഗ്നൽ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നടന്ന് വന്നവർ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ബ്രൂക്ലിൻ ബ്രിഡ്ജ് നടന്നാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി നടക്കാനുള്ള വഴിയാണ്. പിന്നെ ഇവിടെ കാറും സൈക്കിളും ഒക്കെ അലൗഡാണ്. പക്ഷെ അതിനൊക്കെ സെപ്പറേറ്റ് വഴികളാണ്. സൈക്കിളിനും സെപ്പറേറ്റ് പാത്താണുള്ളത്. ഈ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ സൈക്കിളൊന്നും അലൗഡ് അല്ല. ഇത് നടക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. പിന്നെ ഇവിടെ ഈ ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലും നമുക്ക് സൈക്കിൾ റെന്റിന് അവൈലബിളും ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച 8 സ്പ്രൂസ് ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ അടുത്തൂടെയാണ് നമ്മളിപ്പം ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്ക് നടന്നു പോകുന്നത്. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വൺ വേൾഡ് ട്രേഡ് സെന്റർ ഇല്ലേ, പുതിയ വേൾഡ് ട്രേഡ് സെന്ററിന്റെ പുതിയ ബിൽഡിംഗ്, അത് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിന്റെയൊക്കെ അടുത്തൂടെയാണ് നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ മുമ്പിലാണ് കേട്ടോ ഒരു ടവറാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് റിവർ ആണ്. അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതിട്ടുള്ളത്. ഇത് പണിത സമയത്ത് ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പം ഇത് പണിത സമയത്ത് എന്ന് പറഞ്ഞാൽ 1883 ഇത് പണിതത്. ആ സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് ആയിരുന്നു ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കേട്ടോ. അപ്പം ഈ ഈസ്റ്റ് കോസ്റ്റ് റിവർ കണക്ട് ചെയ്യുന്നത് മാൻഹാട്ടനെ അതുപോലെ തന്നെ ബ്രൂക്ലിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി നടക്കാനുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടാണ് കുറെ വ്യൂ ഒക്കെ ഉള്ളത്. നമുക്ക് പോയി നോക്കാം. പിന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ ഒരു ബ്രിഡ്ജ് എങ്ങനെയാണ് പരിചിതമായിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാരൂഖ് ഖാൻ ഇല്ല, നമ്മുടെ സ്വന്തം ഷാരൂഖ് ഖാൻ നമ്മുടെ കൽഹോനഹോ സിനിമയില് പാട്ടൊക്കെ പാടി നടന്നിട്ടുള്ള ഒരു ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കേട്ടോ. നമ്മൾ ഈ നടന്നു പോകുന്നതിന്റെ അടിയിൽ കൂടെയാണ് കാറുകൾക്കൊക്കെ പോകാനുള്ള റോഡ്. ഒരുപാട് വണ്ടികൾ ഇപ്പൊ അതിലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലം എന്ന് പറയുന്നത് ഫുള്ള് വുഡിലാണ് ഈ നടക്കുന്ന ഏരിയ ഫുൾ ഉള്ളത്. പിന്നെ സൈഡിൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം, ഇരുമ്പ്, അതുപോലെ കേബിളുകളൊക്കെ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് വൺ ഹോട്ടൽ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ആണ്. അതൊരു ലക്ഷറി ഹോട്ടലാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് മാൻഹാട്ടൻ ബ്രിഡ്ജിന്റെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. മാൻഹാട്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ലോവർ മാൻഹാട്ടനിലെ ചൈന ടൗണും അതുപോലെ ഡൗൺ ടൗൺ ബ്രൂക്ലിനും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ പല ഫേമസ് ആയ ബിൽഡിങ്ങുകളുടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ന്യൂയോർക്കിന്റെ മുഖഛായ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ആണ്. ന്യൂയോർക്ക് വിസിറ്റ് ചെയ്യുന്ന ആരും തന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് വിസിറ്റ് ചെയ്യാണ്ട് പോകാറില്ല കേട്ടോ. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നടക്കുക അല്ലെങ്കിൽ ഇത് കവർ ചെയ്ത് അങ്ങ് വരെ എത്തുക, നടന്നു പോകാന്നുള്ളത് ഒരു ടാസ്ക് ആണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് കേട്ടോ. ഇനി ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് കേട്ടോ. ഈ ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ഇങ്ങനെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഈ ഒരു റിവറിന് ക്രോസ് ചെയ്ത് പണിയാൻ പറ്റില്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടും നമ്മുടെ ജോൺ എ റോബ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ ആണ് ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നത്. അതും 19th സെഞ്ചുറിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു പ്ലാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരും തന്നെ ഇത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ സാധനമാണ്. ആ മനുഷ്യന്റെ മകൻ ഒക്കെയുള്ള അവരുടെയൊക്കെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു ഇത് പണിയാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലൊക്കെ. എങ്കിൽ പോലും ഈ ഒരു പാലം പണിത് കാണിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ബ്രിഡ്ജിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ 14 വർഷങ്ങൾ എടുത്തു ഈ ബ്രിഡ്ജിന്റെ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് $15 മില്യൺ ആണ്. പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്കല്ലെങ്കിലും 20 കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിന്റെ മുകളിൽ നിന്നൊക്കെ വീണിട്ടൊക്കെ മരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഡീകംപ്രഷൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ്, ഇത് പണിയുന്ന ഇടയിലുണ്ടായ ഒരു ഡിസീസ് ഉണ്ട്. അത് വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ എഞ്ചിനീയർ ആയിരുന്ന ജോൺ എ റോബ്ലിംഗ് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഈ പറഞ്ഞ പോലെ ഒരു ഡീകംപ്രഷൻ ഡിസീസ് വന്നിട്ടാണ് മരണപ്പെടുന്നത്. ഈ പാലത്തിന്റെ കുറെ ഹിസ്റ്ററി ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഫലകം പോലെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ പാലത്തിന്റെ ഫസ്റ്റത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ ടൈമിലുള്ള പടമൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയാ ഒരു അലുമിനിയം പോലത്തെ ഒരു സംഭവത്തിൽ ഇങ്ങനെ കൊത്തി വെച്ച പോലെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഈ പാലത്തിന്റെ
പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു കഥയുണ്ട്. അതായത് ജോൺ എ റോബ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയർ ആണ് ഈ ഒരു പ്രോജക്ട്, ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രൂക്ലിൻ മാൻഹാട്ടൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെറി മാത്രം ഉണ്ടായിരുന്നു. ഫെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്തില്ലേ, ബോട്ടൊക്കെ പോലെയുള്ള സംഭവമില്ല, ആ സംഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ ജോൺ എ റോബ്ലിംഗ് ഈ പ്ലാൻ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇത് ഒരിക്കലും പോസിബിൾ അല്ല എന്നായിരുന്നു. അങ്ങനെ പക്ഷെ പുള്ളിക്കാരൻ കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് ആയി. അങ്ങനെ പുള്ളിക്കാരൻ ആക്സിഡന്റ് ആയി കുറച്ച് നാൾ വയ്യാതെയൊക്കെ കിടന്നു. അതിനുശേഷം അയാൾ മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരന്റെ മകൻ വാഷിംഗ്ടൺ റോബ്ലിംഗ് എന്ന് പറഞ്ഞ മകനും അയാളെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്കാരൻ അത് ഫുള്ളായിട്ട് ഏറ്റെടുത്ത് പണിയൊക്കെ തുടർന്നും ചെയ്യാൻ തുടങ്ങി. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ഒരു പാലം പണിതത്. കാരണം ഈ വെള്ളത്തിനടിയിലൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ എയർ ഇതൊക്കെ ഡീകംപ്രസ് ചെയ്ത് ഒരു ഡീകംപ്രഷൻ പ്രോസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ആൾക്കാരൊക്കെ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. ആ ഡീകംപ്രഷൻ ചെയ്യുന്നത് വഴി ഒരു അസുഖമൊക്കെ വന്ന് അങ്ങനെ സിക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി വൈകാതെ തന്നെ പുള്ളിക്കാരനും ഇങ്ങനെ ഒരു ഡീകംപ്രഷൻ ഡിസീസ് ഒക്കെ വന്നിട്ട് പുള്ളിക്കാരൻ പാരലൈസ് ആയിപ്പോയി. അപ്പൊ ആ പ്രോജക്റ്റ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ വൈഫ് എമിലി റോബ്ലിംഗ് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പുള്ളിക്കാരന്റെ റൂമിൽ നിന്ന് ടെലിസ്കോപ്പ് ഒക്കെ വഴി ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ നോക്കി പണിയൊക്കെ നിരീക്ഷിച്ചിട്ട് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബാക്കി ആൾക്കാർക്ക് കൊടുത്തോണ്ടിരുന്നു. എങ്ങനെ കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിട്ടേൺ നോട്ട്സ് ആയിട്ട് ഇങ്ങനെ എമിലി റോബ്ലിംഗ് ആണ് ഇതിനിടയിൽ ഇങ്ങനെ ഈ പുള്ളിക്കാരന്റെ ഇടയിലും അതുപോലെ വർക്കേഴ്സിന്റെ ഇടയിലും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് എമിലി റോബ്ലിംഗ് ആയിരുന്നു. അങ്ങനെ ഈ പാലം പണിയാണ് ചെയ്തത്. അങ്ങനെ ഈ പാലത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് ഇത് തുറന്നു കൊടുക്കുന്ന ആ ഒരു ഇന്നാഗുറേഷൻ ഡേയിൽ, ഫസ്റ്റ് ഡേയിൽ ഈ പാലത്തിലൂടെ ആദ്യമായിട്ട് നടന്ന് ക്രോസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് എമിലി റോബ്ലിംഗിന് തന്നെയാണ്. എമിലിയാണ് ആദ്യമായിട്ട് ഈ പാലത്തിലൂടെ നടന്ന് ഈ ഒരു റിവർ ക്രോസ് ചെയ്ത ആള്. അങ്ങനെ ഇതിന്റെ ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വേറെ വലിയൊരു ആക്സിഡന്റ് ഇവിടെ ഉണ്ടായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഈ പെഡസ്ട്രിയനിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ഷൂവിന്റെ ഹീല് ഈ നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ മരമാണല്ലോ, മരം കൊണ്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. ആ മരങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട് അപ്പൊ പുള്ളിക്കാരി അത് പെട്ടെന്ന് ഭയങ്കര പാനിക്കായിട്ട് പുള്ളിക്കാരി വലിയ സൗണ്ടിൽ അലറി വിളിച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഇതിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ബാക്കി ആളുകൾ വിചാരിച്ചു ഈ പാലം തകർന്ന് വീഴാൻ പോവാണ്, അതുകൊണ്ടാണ് ഈ ബഹളമൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര തിക്കും തിരക്കും ഓട്ടമൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ 12 ആളുകൾ അതിനിടയിൽ പെട്ട് മരിക്കുകയുണ്ടായി. അപ്പൊ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വലിയൊരു റൂമർ ഉണ്ടായി, ഈ പാലം തകരാൻ പോവാണ്, അതിന് ബലമില്ല, ബലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റൂമറുകളൊക്കെ പരന്നു. അതിനുശേഷം പിന്നെ ഈ പാലത്തിന് ബലം ഉണ്ടെന്ന് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയായി. അങ്ങനെ ഇതിന്റെ ഈ ഒരു പാലത്തിലൂടെ 21, അതായത് സർക്കസിലുണ്ടായിരുന്ന 21 ആനകളെ ഒരുമിച്ച് നടത്തി ഈ റിവർ ക്രോസ് ചെയ്ത് ഈ ബ്രൂക്ലിൻ അങ്ങ് വരെ കൊണ്ട് മാൻഹാട്ടൻ ടു ബ്രൂക്ലിൻ നടത്തി ഇതിന് ബലം ഉണ്ടെന്ന് തെളിയിച്ചു. അതാണ് വേറൊരു സംഭവം ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ അതുപോലെ കുറച്ച് റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് അവിടെ ആളുകളൊക്കെ നിൽക്കുന്നതും നടക്കുന്നതൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ആയിരിക്കാം, ചിലപ്പോൾ റൂഫ് ടോപ്പ് ബാർ ആയിരിക്കും. ഒരുപാട് ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കുകയോ നടക്കുകയൊക്കെ ചെയ്യുന്ന ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് റിവറും നല്ലപോലെ വിസിബിൾ ആണ് കേട്ടോ. അതിലെ ഒത്തിരി ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ അവിടെ നമുക്കൊരു ഐലൻഡ് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് ഇത് ഏതാണ് ഐലൻഡ് എന്ന് പറയാൻ അറിയില്ല. സ്റ്റേറ്റൻ ഐലൻഡ് ആണോ അതെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാം. പക്ഷെ അങ്ങ് ദൂരെയാണ്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ലെങ്കിൽ പോലും നമുക്ക് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റുന്നുണ്ട്. അത് ലിബർട്ടി ഐലൻഡ് ആണ് കേട്ടോ. ലിബർട്ടി ഐലൻഡിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്. ഞാൻ വേറൊരു ഐലൻഡ് നേരത്തെ കാണിച്ചു തന്നില്ല, അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ലിബർട്ടി ഐലൻഡും ഉള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റിയ വേറൊരു പ്രത്യേക കാഴ്ച എന്ന് പറയുന്നത് ഈ പാലത്തിന് 2 സൈഡിലുള്ള കൈവരികളിൽ ഈ കമ്പികളിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോക്കുകളാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ലവ് ലോക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ലവേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ അവരുടെ പേരെഴുതിയ ലോക്കുകൾ ഇതിലിങ്ങനെ പൂട്ടിയിട്ടിട്ട് അതിന്റെ കീ എടുത്ത് പുഴയിൽ എറിഞ്ഞു കളയും. അപ്പൊ അവരുടെ ലവ് എന്നും നിലനിൽക്കുന്നതാണ് ഒരു വിശ്വാസം. പക്ഷെ ഇവിടെ $100 ഫൈനാണ് ഇങ്ങനെ ലോക്ക് ഇടുന്നതിന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ലോക്കുകൾക്ക് കുറവൊന്നുമില്ല. 2015 ഒരുപാട് ലോക്കുകൾ ഇങ്ങനെ കുന്നുകൂടിയ ശേഷം ഈ പാലത്തിന്റെ സേഫ്റ്റിക്ക് അത് തകരാറാണെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ പാലം ക്രോസ് ചെയ്ത് ഇപ്പം ബ്രൂക്ലിനിൽ എത്തിയിട്ടുണ്ട്. മാൻഹാട്ടനിൽ നിന്ന് തുടങ്ങിയ യാത്ര ബ്രൂക്ലിനിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ദിവസമായിരുന്നു. ഒട്ടും ടയേർഡൊന്നും ആയില്ല. പിന്നെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ നടന്നുകൊണ്ടാണ് ഈ 1.5 മണിക്കൂറൊക്കെ എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.